Hello everyone, welcome to Jupod Class 8. It's me, your Nafi. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ജുപോഡ് ക്ലാസ് 8. അപ്പോൾ നമ്മുടെ റീഡിംഗ് മാപ്പ് എന്നുള്ള ആറാമത്തെ ചാപ്റ്റർ അഥവാ ഭൂപടങ്ങൾ വായിക്കുക എന്നുള്ള ആറാമത്തെ പാഠത്തിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഭൗതിക ഭൂപടത്തിനും സാംസ്കാരിക ഭൂപടത്തിനും രണ്ട് ഉദാഹരണങ്ങൾ എഴുതാനാണ് എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ് അല്ലേ, ഭൗതിക ഭൂപടത്തിനും സാംസ്കാരിക ഭൂപടത്തിനും ഉദാഹരണങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. എന്തൊക്കെയാണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടത്തിന് ഉദാഹരണങ്ങൾ? സോയിൽ മാപ്പ് അഥവാ മണ്ണ് ഭൂപടമുണ്ട്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് അഥവാ നൈസർഗിക സസ്യജാല ഭൂപടമുണ്ട്, ആസ്ട്രോണമിക്കൽ മാപ്പ് അഥവാ എന്താണ് ജ്യോതിശാസ്ത്ര ഭൂപടമുണ്ട്, വെതർ മാപ്പ് അഥവാ കാലാവസ്ഥാ ഭൂപടമുണ്ട്, ഫിസിയോഗ്രഫി മാപ്പ് അഥവാ ഭൂപ്രകൃതി ഭൂപടമുണ്ട്. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്? ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടത്തിനുള്ള എക്സാമ്പിളാണ്. ഇനി കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടത്തിനുള്ള എക്സാമ്പിൾ ഇതൊക്കെയാണ്. ഒന്ന് പൊളിറ്റിക്കൽ മാപ്പ് അഥവാ രാഷ്ട്രീയ ഭൂപടമാണ്, രണ്ടാമത്തേത് അഗ്രികൾച്ചർ മാപ്പ് അഥവാ കാർഷിക ഭൂപടമാണ്, മൂന്നാമത്തേത് ഇൻഡസ്ട്രിയൽ മാപ്പ് അഥവാ സൈനിക ഭൂപടമാണ്, നാലാമത്തേത് മിലിറ്ററി മാപ്പ് അഥവാ ചരിത്ര ഭൂപടമാണ്, അഞ്ചാമത്തേത് ലാൻഡ് യൂസ് മാപ്പ് അഥവാ ഭൂവിനിയോഗ ഭൂപടമാണ്, ആറാമത്തേത് ഹിസ്റ്റോറിക്കൽ മാപ്പ് അഥവാ ചരിത്ര ഭൂപടമാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെന്റ് ബൈ ദ ഗിവൻ കൺവെൻഷൻ സിംബൽസ് ഇൻ മാപ്പ്. ഭൂപടം നൽകിയുള്ള ചിഹ്നങ്ങൾ പ്രതിനിധിക്കുന്ന ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തിരിച്ചറിയാനാണ്. അപ്പം എ ബി ഇതെന്തിനാന്നൊക്കെ അറിയാലോ, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഇതിന്റെ ആൻസർ എന്താണെന്ന് ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ എ എന്താണ്? ഫോർട്ട് അഥവാ കോട്ടയാണ്. ഇനി ബി എന്താ? ശവപ്പറമ്പ് അല്ലെങ്കിൽ എന്താടാ? ഗ്രേവ് യാർഡ് ആണ് കേട്ടോ. അപ്പൊ ഇതേപോലെ സിമ്പിൾസ് അതായത് എന്ത് ചിഹ്നങ്ങൾ ചോദിക്കാറുണ്ട്. ചിഹ്നങ്ങളെ പോലെ തന്നെ ചോദിക്കുന്ന മറ്റൊന്നാണ് എന്താടാ അതിന്റെ കളേഴ്സ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രീൻ അഥവാ പച്ച നിറം കൊണ്ട് എന്താ കാണിക്കുക? നാച്ചുറൽ വെജിറ്റേഷൻ അഥവാ നൈസർഗിക സസ്യജാലങ്ങളാ. യെല്ലോ കളറിനെ കൊണ്ട് എന്താ കാണിക്കുക? ഫാം ലാൻഡ് അഥവാ കൃഷിയിടങ്ങളാ. റെഡ് കളറിനെ കൊണ്ട് എന്താ കാണിക്കുക? പാർപ്പിടങ്ങൾ അഥവാ റോഡുകളാ. ബ്ലാക്ക് കളറിനെ കൊണ്ട് എന്താ കാണിക്കുക? റെയിൽവേ ലൈൻസ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖാംശ രേഖകളാണ് എന്ത് ചെയ്യുക? എന്ത് നിറം കൊണ്ട് കാണിക്കുക? ബ്ലാക്ക് കളറിനെ കൊണ്ട് കാണിക്കട്ടെ. അപ്പോൾ ഈ നിറം പഠിച്ചു വെക്കുക, അതേ കൂടെ തന്നെ ഈ ചിഹ്നങ്ങളും പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഹോംവർക്ക് തരുന്നുണ്ട്. വാട്ട് ആർ തീമാറ്റിക് മാപ്സ്? എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ? ഇതിന് ആൻസർ അറിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇത് എജുപോളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോയും ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സംശയങ്ങളൊക്കെ അത് നമ്മൾ തീർത്തരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഹോംവർക്കിന് ആൻസർ കൂടി ചേർത്ത് കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിച്ച സ്കൂളും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്യുക. ആ നിറങ്ങളും ചിഹ്നങ്ങളും പഠിച്ചു വെക്കണം. ആ ചിഹ്നങ്ങളുടെ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിഹ്നങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കളേഴ്സ് അഥവാ നിറങ്ങളും പഠിച്ചു വെക്കട്ടോ. സോ വീണ്ടും കാണാം. അതിലേക്കും ബൈ.